ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ഡോഗ് ഇറ്റ് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണ് അല്ലെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ അതൊക്കെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്ത് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. ഷെയർ ചെയ്യാൻ പറയുന്നത് നിങ്ങൾ എന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എന്തായാലും ഫ്രീ ഏണിംഗ് മണിയൊക്കെ ആണ്, ഇല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് മണി ഏൺ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മറ്റുള്ള ആൾക്കാർക്കും കൂടി അയച്ചു കൊടുത്ത് അവർക്കും കൂടി ഉപകാരപ്പെടുത്തുക എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 4 മേജർ ആയിട്ടുള്ള റീസെൻ്റ്ലി തന്നെ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ലിസ്റ്റ് ആവാൻ പോകുന്ന പ്രൊജക്റ്റിൻ്റെ അപ്ഡേറ്റുകളാണ്. അപ്പോൾ അതിൽ കുറച്ച് നിങ്ങൾക്ക് ഇപ്പോഴും എന്ത് ചെയ്യാം, കയറാം, നമുക്ക് റൺ ചെയ്യാം, നമുക്ക് പോയിന്റ് ഏൺ ചെയ്യാം, എന്നിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് മേ ബി കുറേ ആൾക്കാർ ഇത് മുമ്പ് തൊട്ട് കളിക്കുന്ന ആൾക്കാരായിരിക്കും, മേ ബി നമ്മുടെ കുറച്ച് പുതിയ ആൾക്കാരൊക്കെ ബിഗിനേഴ്സൊക്കെ ജോയിൻ ആയിട്ടുണ്ടാവും, അവർക്ക് ഉപകാരപ്പെടും, നിങ്ങൾക്ക് ഉപകാരപ്പെടും, എല്ലാവർക്കും ഉപകാരപ്പെടും എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് തന്നെ പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും കളിച്ചുകൊണ്ടിരുന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇതിൽ വളരെയധികം ഒരു ക്യൂരിയോസിറ്റി ഒക്കെ വെച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ബ്ലം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ്. ആ ബ്ലം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് ഇപ്പോൾ റീസെൻ്റ്ലി ലിസ്റ്റ് ആവാൻ പോവാണ്, ഇല്ലെങ്കിൽ TGE കാര്യങ്ങളൊക്കെ കൊണ്ടുവരാണ്. അതിൻ്റെ പാതി സ്റ്റെപ്പ് അവർ കഴിഞ്ഞു. നിങ്ങൾ ആരൊക്കെയാണ് എലിജിബിൾ അങ്ങനെയുള്ള, അതേപോലെ തന്നെ ടോക്കണോമിക്സ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി അവർ പറയാൻ പോകുന്നത് ടോക്കൺ ജനറേഷൻ ഇവൻറ്റ് ഞങ്ങൾ നടത്താൻ പോവാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ലിസ്റ്റ് ആയിട്ട് പൈസ ആക്കാൻ പറ്റുന്ന ഒരു കാര്യം അവർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കാൻ, ഞാൻ പറയുന്ന കാര്യം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കേൾക്കുക. അപ്പോൾ അപ്ഡേറ്റ് റീസെൻ്റ്ലി അവൻ്റെ പോസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഡിയർ പാസഞ്ചേഴ്സ് ദ ഡോർ ആർ ക്ലോസിങ്, നെക്സ്റ്റ് സ്റ്റോപ്പ് ഈസ് TGE എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഞങ്ങൾ ആൾറെഡി പാത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ക്ലോസ് ആയി കഴിഞ്ഞു. ഇനി ഞങ്ങൾ അടുത്ത് ചെയ്യാനുള്ളത് ഞങ്ങളുടെ ബ്ലം ടോക്കൺ മാർക്കറ്റിലേക്ക് ഇറക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നല്ലൊരു അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ എയർ ഡ്രോപ്പ് കിട്ടട്ടെ, നിങ്ങൾക്ക് ഇനി അടുത്ത് വരാൻ പോകുന്ന ഒരു ടോക്കൺ അലോക്കേഷൻ എത്രയാണ് നിങ്ങൾക്ക് എന്നുള്ളൊരു കാര്യമായിരിക്കും വരിക. അപ്പോൾ നമുക്ക് എത്രത്തോളം ടോക്കൺ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്രത്തോളം ഇതിന് പ്രൈസ് കിട്ടും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ബ്ലമ്മിൻ്റെ അപ്ഡേറ്റ് ഇതാണ്. പെട്ടെന്ന് തന്നെ TGE ഉണ്ടാവും. മേ ബി ഈ വീക്ക് അടുത്ത വീക്കിലൊക്കെ ഇവർ ഡേറ്റ് അനൗൺസ്മെൻറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ ടോക്കൺ അലോക്കേഷൻ കൊണ്ടുവരും. എന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പൈസ തരാനാണ് പറയുന്നത്. ഒരുപാട് പൈസ ഒന്നും നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കരുത്. ഒരുപാട് യൂസേഴ്സാണ് ബ്ലമ്മിനുള്ളത്. അത് കാരണം ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഒരുപാട് ഹോപ്പ് തരുന്നില്ല, ഇല്ലെങ്കിൽ ഇതിൽ ഒരുപാട് പൈസ കിട്ടുമെന്ന് പറയുന്നില്ല. വളരെയധികം കുറച്ച് എക്സ്പെക്റ്റ് ചെയ്യുക. മേ ബി ഇതിൽ വല്ലതും കിട്ടുന്നത് 1000 രൂപ അല്ലെങ്കിൽ 1500 രൂപയാണെങ്കിലും നിങ്ങൾക്ക് വളരെയധികം വലുതാണ് ഈ ഒരു ബ്ലം എന്ന പ്രൊജക്റ്റ് എന്ന് കിട്ടുന്നത്. എന്താ പറഞ്ഞാൽ അത്രത്തോളം യൂസേഴ്സ് അവർക്ക് എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ അടുത്ത് പറയാൻ പോകുന്ന പ്രൊജക്റ്റ് ഏതാണെന്ന് പറഞ്ഞാൽ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റാണ്. റീസെൻ്റ് തന്നെ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് 10 മില്യൺ ആണ് എഗെയിൻ ഫണ്ടിങ് അവർ റേസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊജക്റ്റ് നിങ്ങൾ മസ്റ്റായിട്ട് കളിക്കണം. കളിച്ചാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിലൊരു പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഒരുപാട് ആൾക്കാർ കളിക്കുന്നുണ്ട്, പക്ഷേ ഒരുപാട് ആൾക്കാരുടെ നിന്ന് ഇത് ഫെയ്ഡഡായി. ഒരുപാട് ആൾക്കാർ ഇതിൽ എന്ത് ചെയ്യുന്നില്ല, ഇത് ഭയങ്കര മൂല്യം കൊടുക്കുന്നില്ല, അതൊരു നല്ല പ്രൊജക്റ്റ് അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ എൻ്റെ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വളരെയധികം പ്രോഫിറ്റ് തരാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ് ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് എന്ന്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ പണ്ട് തന്നെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇനിയും കയറാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും കയറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ സീസൺ 0 ആണ് നടന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ ഇപ്പോൾ സീസൺ 1 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കയറാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇത് കയറാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ ചാനലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് കയറുക, നേരെ നിങ്ങളുടെ മൈസിസ് ബ്രൗസർ ഒന്ന് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാത്തിൻ്റെയും എക്സ്റ്റൻഷൻ ആഡ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു എക്സ്റ്റൻഷനിൽ വെച്ചിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇത് റൺ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒരു കാര്യങ്ങൾ ടാസ്ക് അങ്ങനെയുള്ള ഒറ്റ കാര്യങ്ങൾ ഇതിൽ ചെയ്യാനില്ല. എൻ്റെ ഇപ്പോൾ ഒരു സീസൺ 1 പോയിന്റ് എന്ന് പറഞ്ഞാൽ 5K പോയിന്റ്സ് മാത്രമാണ് ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വളരെയധികം പോയിന്റ്സ് കിട്ടുമെന്നൊക്കെ ചോദിച്ചാൽ തീർച്ചയായിട്ടും വളരെയധികം പോയിന്റ്സ് ഒന്നും ഇവർ തരുന്നില്ല. പതുക്കെയാണ് പോയിന്റ്സ് തരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്ര പോയിന്റ്സ് ഉണ്ടോ അതിപ്പോൾ 10Kൻ്റെ താഴെ ആണെങ്കിൽ കൂടി അത് വളരെ മൂല്യമുള്ളതാണ് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ കയ്യിൽ ലാപ്ടോപ്പ് സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ലാപ്ടോപ്പ് സിസ്റ്റത്തിലൊക്കെ എക്സ്റ്റൻഷൻ ആഡ് ചെയ്തിട്ട് നോഡ് റൺ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് റൺ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പോയിന്റ്സ് തനിയെ കയറും. നിങ്ങളത് നോക്കിയില്ലെങ്കിലും കയറും. എന്തായാലും ഇപ്പോൾ 2 ദിവസം കൂടുന്നെങ്കിലും നിങ്ങളൊന്ന് റീലോഗിൻ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്റ്റൻഷനൊക്കെ ഒന്ന് അപ്ഗ്രേഡ് വരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് വെക്കുക. അങ്ങനെയുള്ള ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കയറിയാൽ മതി. ഞാൻ ആ ഒരു കാര്യങ്ങളൊക്കെ ഡെയിലി എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ അപ്ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രേഡിയനിൽ കയറാത്ത ആൾക്കാരാണെങ്കിൽ ഇല്ലെങ്കിൽ ബിഗിനേഴ്സ് ആണെങ്കിലും നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ ഗ്രേഡിയനിൽ കയറുക. പെട്ടെന്ന് തന്നെ TGE അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് ഉണ്ടാവാം എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് സ്പാർക്ക് ചെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റാണ്. അപ്പോൾ ഇവൻ്റെ ഒരു
ചാനലിൽ നോക്കിയെന്ന് പറഞ്ഞാൽ 99.99 സംതിങ് ശതമാനവും ഇവരെന്തായി ഇവരുടെ പ്രൊജക്റ്റൊക്കെ റൺ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞങ്ങൾ ചെയ്യാനുള്ളത് TG എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു സ്പാർക്ക് ചെയിനിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ അപ് ടൈം എത്ര വേണമെന്ന്. അപ്പോൾ ഒരു മിനിമം റെഫറിൽ കയറാൻ വേണ്ടിയിട്ട് 100 അവർ അപ് ടൈമാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 100 അവർ എങ്കിലും ഇല്ലെങ്കിൽ ഒരു 200 അവർ എങ്കിലും നിങ്ങൾ എടുത്താൽ മാത്രമാണ് നമുക്കിതിലൊരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ കരുതുന്നു. അതേപോലെ തന്നെ അവരുടെ ഒരു ഗ്രൂപ്പ് ചാറ്റൊക്കെ എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ അവർ പറയുന്ന ഒരു ലിമിറ്റഡ് ഇല്ലെങ്കിൽ ഒരു മിനിമം എന്ന് പറയുന്നത് 300 അവർ അപ് ടൈമാണ്. അപ്പോൾ ഈ ഒരു 300 അവർ കിട്ടിയാൽ മാത്രമാണ് മേ ബി നമുക്ക് ഇന്നൊരു നല്ല പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ചെറിയ പ്രോഫിറ്റ് എങ്കിലും കിട്ടുള്ളൂ. നിങ്ങൾക്ക് മാക്സിമം എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ എന്ത് ചെയ്യുക, അത് റൺ ചെയ്യുക, അതിൽ ഒരുപാട് പോയിന്റ്സ് എടുക്കാൻ നോക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിലും ഞാൻ എന്ത് ചെയ്യാം എൻ്റെ ഡിസ്ക്രിപ്ഷനിലിടാം. ഇല്ലെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലിലുള്ളവരാണെങ്കിൽ ആൾറെഡി തന്നെ ഇത് മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് ഓപ്പൺ ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇപ്പോഴും കയറി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഓപ്പൺ ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് അവൻ്റെ ട്വിറ്ററൊക്കെ എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കമ്മിങ് സൂൺ എന്നുള്ളൊരു കാര്യമാണ് അവർ ഇട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴും ജോയിൻ ചെയ്യാം. ഇതിൽ ഒരുപാട് പോയിന്റ്സ് ഇതിലും കിട്ടുമൊന്നുമില്ല. നിങ്ങൾ കയറി ഉടനെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു കംപ്ലീറ്റ് ടാസ്കിൽ കയറിയിട്ട് ഈ അവൈലബിൾ ആയിട്ടുള്ള ടാസ്കുകൾ മൊത്തം കംപ്ലീറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഡെയിലി ഇത് എന്ത് ചെയ്യുക, ഒന്ന് ലോഗിൻ ചെയ്യുക, ലോഗിൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഇത് ഒരു നോഡ് തന്നെയാണ്, ഇല്ലെങ്കിൽ എന്താണ് DP പ്രൊജക്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് എസ്റ്റേഷൻ ആഡ് ചെയ്തിട്ട് നമുക്ക് വളരെയധികം എന്ത് കിട്ടും, ഒരു പ്രോഫിറ്റ് കിട്ടാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ്. റീസെൻ്റ് തന്നെ 5 മില്യൺ ഫണ്ടിങ് ഒക്കെ ഇതിന് റീച്ച് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു പ്രോഫിറ്റ് കിട്ടുമല്ലോ എന്നുള്ള വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പ്രൊജക്റ്റും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4 പ്രൊജക്റ്റിൻ്റെ അപ്ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് പ്രൊജക്റ്റ് ഏതാണെന്ന് പറഞ്ഞാൽ ബ്ലമ്മാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ പ്രൊജക്റ്റ് ഏതാണെന്ന് പറഞ്ഞാൽ സ്പാർക്ക് ചെയിൻ ആണ്. മൂന്നാമത്തെ പ്രൊജക്റ്റ് ഏതാണെന്ന് പറഞ്ഞാൽ ഗ്രേഡിയൻ്റ് ആണ്. നാലാമത്തെ പ്രൊജക്റ്റ് ഏതാണെന്ന് പറഞ്ഞാൽ ഓപ്പൺ ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ കയറിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാടി കയറിക്കോ. എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൈസ ആക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവർ പറയുന്നത്. ഇതിൽ മേജർ 2 പ്രൊജക്റ്റും സൊലാനി വരുന്ന പ്രൊജക്റ്റാണ്. അപ്പോൾ സൊലാനി വരുന്ന ആൾറെഡി വന്നിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. വളരെയധികം പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ള പ്രൊജക്റ്റുകളാണ് DP പ്രൊജക്റ്റുകൾ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യങ്ങളും ചെയ്യാതെ പൈസ കിട്ടണമെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് കയറാം. അപ്പോൾ ഇങ്ങനെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ആൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുക്കുക. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ള ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രണ്ടോ സുഹൃത്തോ ആരോ ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അവനും കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് ഫ്രീ ആയിട്ട് ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നതിനേക്കാളും ഇപ്പോൾ ഒരു വീഡിയോ അയച്ചു കൊടുത്ത് പറഞ്ഞു തരുന്നതിനേക്കാളും നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി അവൻ്റെ ഇതിലേക്ക് കയറാം. അവനിതിലൊരു പൈസ ഒന്നും മുടക്കണ്ടല്ലോ. അവൻ്റെ എല്ലാവൻ്റെ ആൻഡ്രോയിഡ് ഫോണൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതൊരു പോക്കറ്റ് മണി ആയിട്ട് കാണുക എന്നാൽ ഞാൻ പറയുന്നുള്ളൂ. ഒരു ഡെയിലി ഇൻകം ആയിട്ടൊന്നും കാണാൻ ഞാൻ ഒരിക്കലും പറയില്ല. അപ്പം മറ്റുള്ളവർക്കും ഈ വീഡിയോ ഇപ്പോൾ അവന് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോകളൊക്കെ അയച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള യൂസ്ഫുൾ വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.